സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ സമാപിക്കും. പോയിന്റ് നിലയിൽ കണ്ണൂരും കോഴിക്കോടും തമ്മിലാണിപ്പോൾ പോരാട്ടം. കണ്ണൂർ 739 പോയിന്റും കോഴിക്കോട് 728 പോയിന്റും നേടിയിട്ടുണ്ട്. നിലവിൽ തൃശൂരാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. നാമി ദിനേശ് ചേരുന്നുണ്ട് കലോത്സവ നഗരിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. നാമി, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തൊക്കെയാണ് മത്സര ഇനങ്ങൾ? പ്രധാനമായി നാളെ സമാപിക്കാനിരിക്കുകയാണ് കലോത്സവം. കണ്ണൂർ തന്നെ കപ്പ് കൊണ്ടുപോകാനാണ് സാധ്യത കൂടുതൽ. എന്തൊക്കെയാണ് ഇന്നത്തെ അവിടുത്തെ വിശേഷങ്ങൾ പ്രധാനമായും? അതെ അനുശ്രീ, എന്തായാലും കണ്ണൂരാണ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത്. കണ്ണൂർ തന്നെ സ്വർണ്ണക്കപ്പുമായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു മാറ്റം സംഭവിക്കാൻ കോഴിക്കോട് തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. തൃശ്ശൂരും മൂന്നാം സ്ഥാനത്തായി തുടരുന്നുണ്ട്. എങ്കിൽ പോലും കണ്ണൂരിനാണ് അല്പം മുൻഗണനയായി നിൽക്കുന്നത്. എന്തായാലും ഇന്നും മത്സരങ്ങളുണ്ട്. നാളെ ഉച്ചവരെ ആയിരിക്കും മത്സരം. കാരണം നാളെ വൈകിട്ടാണ് സമാപന സമ്മേളനം നടക്കുക. അതിൽ പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനത്തിനായി എത്തുന്നത്. വിശിഷ്ട അതിഥിയായി നടൻ മോഹൻലാൽ ഉള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളും നിറഞ്ഞ സദസ്സുകളിൽ തന്നെ ആയിരിക്കും. രാവിലെയും വൈകുന്നേരവുമായി വിവിധ കലാപരിപാടികളുണ്ട്, നാടകമുണ്ട്, കഥകളി ഗ്രൂപ്പുണ്ട്. അതോടൊപ്പം തന്നെ 2 ആദിവാസി കലാരൂപങ്ങൾ കൂടി ഇന്ന് മത്സര ഇനത്തിൽ എത്തുന്നുണ്ട്. അങ്ങനെ വിപുലമായി തന്നെ വളരെ സന്തോഷകരമായും ആഹ്ലാദപരമായും ഒക്കെ എല്ലാ സ്റ്റേജുകളിലും നിറഞ്ഞ സദസ്സുകളിൽ തന്നെയാണ് ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ രാവിലെ തന്നെ ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ മെയിൻ വേദിയിലാണ്, സൂര്യകാന്തി മെയിൻ വേദിയിലാണ്. ഇവിടെ ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ചേച്ചിമാരൊക്കെ രാവിലെ ഇവിടെ ക്ലീൻ ചെയ്യുകയാണ്. ഓരോ മത്സരം കഴിയും തോറും ഇവരവിടെ വൃത്തിയാക്കി അങ്ങനെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കൊണ്ടു നടക്കുന്നത്. ചേട്ടന്മാരെങ്ങ് വന്നേ, പറയൂ എവിടുന്നാ? വന്നാണ് അമ്പലത്തിൽ വടക്കുന്നാഥനെ കാണാൻ വന്നതാണ്. അടിപൊളി. അപ്പൊ ഇന്ന് വൈകുന്നേരം പോകുന്നുള്ളൂ. ഏത് മത്സരം കാണാനാണ് വന്നത്? മോഹിനിയാട്ടം, ഇഷ്ടം. രണ്ടുപേരും ടിവിയിൽ കൂടിയാണ്. മുമ്പ് കലോത്സവം വേദികളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ തൃശ്ശൂരിന്റെ കൂടി കാണാമെന്ന് കരുതി വന്നതാണല്ലേ? എന്നാലും രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ 2 ചേട്ടന്മാരാണ്. അവരും കലോത്സവം കണ്ട് മടങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ നടനും കലാകാരനുമായിട്ടുള്ള നന്ദകിഷോർ ചേരുന്നുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് അദ്ദേഹവുമായി ഇദ്ദേഹത്തോടെ. ഇപ്പോൾ നാളെ സമാപിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ നല്ലതാ. ഗംഭീരമായിട്ട് 64 കലയും ശരിക്കും തികഞ്ഞ് ശോഭിക്കുന്നുണ്ട്. അതെ, പെർഫോമൻസ് ഗംഭീരമാണ്. അപ്പൊ നാളെ കഴിയണു എന്നൊരു ചെറിയ മനപ്രയാസം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. അതിപ്പോ തലേദിവസം നമുക്ക് ഈ കല്യാണത്തിന്റെ തലേദിവസം പോലെ ഇന്ന് അതെ, നാളെ ഇപ്പൊ ഫിനാലിയാണ്. അത് അപ്പൊ ആർക്ക് കപ്പ് കിട്ടും നമുക്ക് നോക്കാം. അതെ, കപ്പ് ആർക്ക് കിട്ടിയാലും ശരി ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രധാനം. അതെ, അതുകൊണ്ട് ഇതിപ്പോ ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ മിക്കവാറും പരിപാടികൾക്കൊക്കെ നല്ല സദസ്സ് കണ്ടതിലും അതുപോലെ തന്നെ വാശിയേറിയ മത്സരം നടന്നതിലും മത്സരം അപ്പീലുകളുടെ എണ്ണം കൂടുകയെന്ന് ഒരു വാർത്ത അവിടെ കണ്ടു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും അത് ശത്രുതയിലേക്ക് പോകാതെ യുവജനോത്സവം ഇതിപ്പോ കുട്ടികളുടെ ഉത്സവമാണല്ലോ, അത് മുതുജനോത്സവമായി മാറാതെ അച്ഛനമ്മി തമ്മിലുള്ള ഫൈറ്റായി മാറാതെ പോകുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം തൃശ്ശൂർക്കാരുടെ ഒരു ജനപങ്കാളിത്തം അത് പറയാതിരിക്കാൻ കഴിയില്ല. വൈകുന്നേരം ആകുമ്പോൾ ഇവിടേക്ക് അങ്ങ് നിറയും. വൈകുന്നേരം ഇപ്പം ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഇവിടെ ഞങ്ങൾ നിറയ്ക്കുന്നത് പൂരം പുലിക്കളി ഞങ്ങൾ ഇവിടെ നിറയ്ക്കുന്നതാണ്. ബോൺനത്താലെ ഞങ്ങൾ ഇവിടെ നിറയ്ക്കുന്നതാണ്. അപ്പം അങ്ങനെ ഇവിടെ എന്ത് ഫെസ്റ്റിവൽ നടന്നാലും ഇതൊരു ശരിക്കും പറഞ്ഞ ഉത്സവ നഗരമാണ്. അതെ, പൂരനഗരം, ഉത്സവ നഗരം, അങ്ങനെ പലതരത്തിലുള്ള ഇതുകൊണ്ട് നടക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കലാപ്രകടനത്തിന്റെ ആവിഷ്കാരമാകുമ്പോൾ അവിടെ അനവധി ആളുകൾ പങ്കെടുക്കാൻ പറ്റുന്നത് സ്വാഭാവികമാണ്. അത് ഞങ്ങളുടെ ഒരു രക്തത്തിൽ അഞ്ഞേറുന്ന സാധനം. തൃശ്ശൂർക്കാർക്ക് ഉത്സവമാണ്. അതിവിടെ എല്ലാം അവര് വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കും. അവരുടെ ഒരു നമ്മൾ കാണുന്നതാണ്. തൃശ്ശൂർ പൂരം ആയിക്കോട്ടെ, പുലിക്കളി ആയിക്കോട്ടെ, തൃശ്ശൂർക്കാർ അതിനെ എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് കണ്ടതാണ്. അതുപോലെ തന്നെയാണ് കലോത്സവ പൂരവും. വളരെ മനോഹരമായിട്ടാണ് ഈ തൃശ്ശൂര് ഈ ഒരു കലോത്സവത്തിന് വേണ്ടി ആതിഥ്യം അരുളുന്നത്. അനുശ്രീ, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ ദിവസത്തിന്. അതായത് ചരിത്രത്തിലാദ്യമായി, അതായത് കലോത്സവത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഓൺലൈനിലൂടെ ഒരു കുട്ടി ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അത് അറബിക് പോസ്റ്റർ ഡിസൈനിങ് ആണ്. ആ കുട്ടിക്ക് ഒരു അസുഖമുണ്ട്. അത് അസുഖത്തെ കാരണം ആ കുട്ടിയുടെ ജീവൻ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്. കാസർഗോഡ് സ്വദേശിയാണ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ
എന്നൊക്കെ നമുക്ക് വഴിയെ പറയാം. അങ്ങനെ ആ കുട്ടിക്ക് അധിക നാൾ ആയുസില്ല. അപ്പോൾ അത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കത്തെഴുതി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിയ ഫാത്തിമ എന്നാണ് ആ കുട്ടിയുടെ പേര്. കുട്ടി കാസർഗോഡ് സ്കൂളിൽ നിന്നാണ്. കുട്ടിക്ക് ഡിസംബറിലാണ് ജില്ലാ തലത്തിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും എ ഗ്രേഡ് കിട്ടുകയും സംസ്ഥാനത്തേക്ക് വരാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടായത്. അതിനിടയിലാണ് ആ കുട്ടിക്ക് ഈ അസുഖം കലശലാകുകയും ഐസൊലേഷനാണ്, അതായത് ക്വാറന്റൈനാണ്. മറ്റാരും തന്നെ അച്ഛനും അമ്മയും അല്ലാതെ ആ റൂമിൽ മറ്റാരും കയറാൻ പാടില്ല. അങ്ങനെ വളരെ കുറച്ച് ഗുരുതരമായിട്ടുള്ള അസുഖത്തിലാണ് ആ കുട്ടി. പക്ഷെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ കുട്ടി കത്തെഴുതി തനിക്ക് സംസ്ഥാനത്തിൽ പങ്കെടുക്കണമെന്നുണ്ട്, പക്ഷെ തൃശ്ശൂരിലേക്ക് വരാൻ കഴിയില്ല, എന്തെങ്കിലും സഹായം ചെയ്യണം, എനിക്കത് മത്സരിക്കണം, ഇനി ഞാൻ മരിച്ചു പോയാലോ എന്നൊക്കെ കരുതിയിട്ടൊരു വൈകാരികമായിട്ടൊരു കത്ത് വിദ്യാഭ്യാസ മന്ത്രിക്ക് കിട്ടുകയുണ്ടായി. അദ്ദേഹം അത് വായിച്ചിട്ട് അതിന്റെ കളക്ടറെയൊക്കെ വിളിച്ച അതിന്റെ സ്ഥിതി എന്താണെന്നൊന്നും നോക്കിയതിന് ശേഷം ഏത് രീതിയിൽ നമുക്ക് ഈ കുട്ടിയെ കൂടി കലോത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഇടപെട്ടുകൊണ്ട് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കുകയും അത് ജെന്യുവിനായിട്ടുള്ള, അതായത് ആ കുട്ടിക്ക് വളരെ മാരകമായിട്ടുള്ള അസുഖമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അങ്ങനെ ആ വിദ്യാഭ്യാസ മന്ത്രി ഉടനെ ഉത്തരവിടുന്നുണ്ട്, ആ കുട്ടിയെ നമുക്ക് ഓൺലൈനായിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കാം. അത് കാസർഗോഡ് തന്റെ വീട്ടിൽ മുറിയിൽ ഇരുന്നു കൊണ്ട് ഓൺലൈനായി വീഡിയോ കോൺഫറൻസിലൂടെ ആയിരിക്കും ആ മത്സരത്തിൽ പങ്കെടുക്കുക. അത് 11 മണിക്കാണ് വേദി 17. അവിടെ അത് തത്സമയമായി കാണിക്കുകയും ചെയ്യും. നമുക്ക് അതും പ്രേക്ഷകരെ കാണിക്കാം. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുക. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി അതിൽ ആ കുട്ടിയുടെ വിഷമം കേട്ടത് അത് വലിയൊരു അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. ഇന്നലെയാണ് അദ്ദേഹം അത് മാധ്യമപ്രവർത്തകരോടായി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് അതിനെ അടയാളപ്പെടുത്താം. അങ്ങനെ ഒരു കുട്ടിക്ക് പോലും വിഷമമുണ്ടാകാത്ത തരത്തിൽ, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ മനുഷ്യ സാധ്യമായ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം തന്നെ ഇത്തവണയും വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നുണ്ട്. അത് വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു മനസ്സ് കാണിച്ചതും വലിയ ഒരു അഭിനന്ദിക്കേണ്ട ഒരു സംഭവമായി തന്നെ നമ്മളിവിടെ എടുത്തു പറയുകയാണ്. അങ്ങനെ ഒരു നിമിഷത്തിന് കൂടിയാണ് ഇന്ന് തൃശ്ശൂരിലെ കലോത്സവ വേദി സാക്ഷ്യം വഹിക്കുന്നത്. ഇനി നാളെയാണ് സമാപന സമ്മേളനം. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ, നന്ദകിഷോർ പറഞ്ഞതുപോലെ, നാളെ ഇത് സമാപിക്കുന്നതിന്റെ ഒരു വിഷമമുണ്ട്. നാളെ ഇത് എല്ലാവരും മടങ്ങിപ്പോകും. നാളെ കഴിഞ്ഞിട്ട് ഈ സമയം ശൂന്യമായിരിക്കും തൃശ്ശൂർ നഗരി. ഇത്രയും ദിവസം ഒരു ഉത്സവം തന്നെയായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ഇവിടെ അലങ്കരിച്ച്, അത് കാണാൻ ആളുകൾ എത്തുന്നു. വലിയ ബഹളം, കുട്ടികളുടെ കലാപ്രകടനങ്ങൾ, എവിടെ നോക്കിയാലും കലാകാരന്മാര് മാത്രമായിരിക്കും. അങ്ങനെയാണ് ഈ കലോത്സവം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 9 മണിയോട് കൂടി തന്നെ ഓരോ മത്സരങ്ങളും പൂരമാക്കുകയാണ് തൃശ്ശൂർ നഗരവും അവിടെ എത്തിയ കലാകാരന്മാരും ഒക്കെ ഇത് തന്നെ മനസ്സിലാകുന്നത് നവമി പറയുന്നതിലൂടെ. നാളത്തോടെ ഈ ആഘോഷമൊക്കെ അവസാനിക്കുകയാണ്. നാളെ അറിയാം ആര് കപ്പ് നേടുമെന്നതൊക്കെ. നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.